പാക്കറ്റ് എന്തിയേ? എവിടെ ഇരുന്നത്? നീ എന്നെ എങ്ങാനും ഏൽപ്പിച്ചായിരുന്നോ അത്? എവിടെയെങ്കിലും കണ്ടോ? ഞാനെങ്ങും അത് കണ്ടിട്ടുമില്ല, അത് എന്നോട് ചോദിക്കുകയും വേണ്ട. നിന്നോടാരടി പറഞ്ഞ എന്റെ ലേസ് എടുക്കാൻ? ഇത് തീർത്തോ? ഇത് ചേച്ചിന്റെ ലേസ് ആണെന്ന് ആരാ പറഞ്ഞേ? പേരൊന്നും എഴുതിയിട്ടില്ലല്ലോ. അയ്യോ തമാശ. എടുത്തു. ഇനി എങ്ങാനും എന്റെ ലേസ് എടുത്താ അപ്പ കാണാം. അയ്യോ അയ്യേ നിക്കലപ്പി. അയ്യോ നിന്നോട് ഞാൻ പറഞ്ഞില്ല മിസ് തപ്പിടരുതെന്ന്. അത് ഞാൻ അറിയാതെ ചെയ്തതാ, സോറി. നീ ഇപ്പൊ ഓടിക്കോ, ഫുഡ് കഴിക്കാൻ വേണ്ടി ആത്തോട്ട് വരുമല്ലോ, അപ്പൊ ഞാൻ എനിക്ക് ശരിയാക്കി തരാം. എന്തിനാ എനിക്ക് കരഞ്ഞോണ്ട് ഓടിയേ? നീ എനിക്കിന് തല്ലിയോ? തല്ലിയില്ല, അപ്പത്തേക്കിന് അവളോട് രക്ഷപ്പെട്ടു. എന്താ കാര്യം? അതിന് എനിക്ക് എന്താ ചെയ്തേ? എന്ത് ചെയ്തു എന്നല്ലേ? ചേച്ചി ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. നേരെ ഇങ്ങോട്ട് വാ. എന്താ കാര്യം പറ. ഇതാണ് കാര്യം. ഇതിനാണ് ഞാൻ ഓടിച്ചത്. വൃത്തിയായിട്ടോള് എന്നെ എന്തിനെന്തിനും ചവിട്ടിച്ചത്? അല്ല, തെളിവ് കാണിച്ചു തരാന്ന് കരുതി. ഇനി വരണം മുമ്പ് ചെന്ന് വിട്ട എന്റെ കാര്യം കട്ടപ്പോക. തൽക്കാലം അവിടെ പോയി വിളിക്കാം. ഹലോ, ഞാൻ നോക്കട്ടെ, ഒരു സെക്കൻഡ്. ഈ നിക്കിനെ കൈ കിട്ടി കഴിഞ്ഞ് ജന്മത്തിനാൾ അപ്പിടൂല. ഒരു 5 മിനിറ്റ് ഞാൻ എത്താം. ഞാനിപ്പോ കേട്ടോ ചിക്കൻ മസാല വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് അമ്മേനോട് പറയാം. അമ്മ പപ്പ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയി, ചിക്കൻ മസാല വെച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. നിക്കിക്കുള്ളത് മാറ്റി വെച്ചില്ലേ? അതറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, നേരത്തെ എന്തിനായിരുന്നു നിക്കിനിട്ട് ഓടിച്ചത്? ഓടിച്ചത് ഞാനല്ല, ദിയമോളാ. അത് നിക്ക് മിച്ച തപ്പിയിട്ടേന. അവളതില് ചവിട്ടി, അതിനാ. ചേച്ചി ചവിട്ടിട്ടോ? അവള് മനപ്പൂർവ്വം എന്നെ ചവിട്ടിച്ചാണമ്മ. എന്നിട്ട് രണ്ടാളും കാല് കഴുകിയില്ലേ? അത് കഴുകി. നിക്കിനെ പക്ഷേ പിന്നെ പുറത്തോട്ട് കണ്ടില്ല. ഇതിലെ പരക്കം പാഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും. എവിടെങ്കിലും ഒളിച്ചിട്ടുണ്ടാവും. എന്നാ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ നോക്കിയാലോ? ഞാൻ ആദ്യം നിക്കിക്ക് ഫുഡ് കൊടുക്കട്ടെ. നീ പോയി വിളിച്ചോണ്ട് വന്നേ. എന്നാ ഞാനും വരാം. ഞാൻ ഇങ്ങോട്ട് പോവാം. നിക്കില്ലെങ്കിൽ ഒളിച്ചിരിക്കാൻ ഭയങ്കര മിടുക്കിയ. നിക്കി, നിന്നെ ഞാൻ കണ്ടുപിടിച്ചോളാം. അമ്പടി കള്ളി, നീ ഒളിച്ചിരിക്കുകയാണല്ലേ. നിക്കി പിന്നെ എവിടെ പോയി?
നമ്മളെ പേടിച്ചിട്ടായിരിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യും? പുറത്ത് നമുക്കൊന്ന് പോയി നോക്കാം. ഷെടാ, ഇവളിതെവിടെ പോയി വിളിച്ചിരിക്കാണ്? നിക്കീനെ കണ്ടില്ലേ ഇതുവരെ? ഇല്ലമ്മ, എവിടെ പോയാവോ? സ്ഥിരം വിളിക്കുന്ന സ്ഥലത്തൊക്കെ ഞങ്ങള് നോക്കി. ഇനി വല്ല പട്ടിപിടുത്തക്കാരെ കൊണ്ടുപോയോ? പട്ടിപിടുത്തക്കാരൊക്കെ ഈ തെരുവ് പട്ടികളെ പിടിക്കുള്ളൂ. ഇപ്പൊ അങ്ങനത്തെ ടീമൊന്നും ഇല്ല. ചിലപ്പോ ഈ വളർത്തു നായ്ക്കളെ തട്ടിക്കൊണ്ടു പോകണ ആരെങ്കിലും ഉണ്ടെങ്കിലോ? നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? നിക്കീനെ ആരെങ്കിലും ഇത് ഞാൻ എവിടെയോ കേട്ടല്ലോ. നമ്മളെ പേടിച്ചിട്ടായിരിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യും? നമസ്കാരം, നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. വളർത്തുമൃഗങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഘം ഇറങ്ങിയതായ റിപ്പോർട്ട്. ഇത് ലൈവ് ന്യൂസ് അല്ലേ, പിന്നെ എങ്ങനെ റിവൈൻഡ് ചെയ്യാൻ പറ്റും? ഇത് യൂട്യൂബിലെ ലൈവാണ്, റിവൈൻഡ് ചെയ്യാൻ പറ്റും. വളർത്തുമൃഗങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഘം ഇറങ്ങിയതായ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം അമരമലം അച്ചാർ കമ്പനിയിലെ ജോസ് എന്നയാളുടെ ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട നായയെ ബിസ്ക്കറ്റിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്ത് തട്ടിക്കൊണ്ടുപോയതായി പരാതി ലഭിച്ചു. നായ്ക്കളെ വളർത്തുന്നവർ ജാഗരൂകരായിരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. അപ്പൊ നിക്കിനെ അവര് കൊണ്ടുപോയതാണോ? അത് ഉറപ്പില്ല, പക്ഷെ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അതിന് സാധ്യത കാണുന്നുണ്ട്. ഒരേ ദിവസം തന്നെ 4 മുട്ടയിട്ട് വ്യത്യസ്തയാവുകയാണ് കുഞ്ഞിപ്പാത്തുമ്മയുടെ കോഴി. കഴിഞ്ഞ ദിവസം മുട്ടയെടുക്കാൻ ഗേറ്റ് തുറന്നു കിടക്കണല്ലോ. ഇതാരും തുറന്നേ? അതും പപ്പ പോയപ്പോ തുറന്നതാ. ഞാനാണെങ്കി അടയ്ക്കാനും മറന്നു. നിക്കി, നീ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ഇറങ്ങി വാ. ആരും നിന്നെ തല്ലത്തില്ല. ഇല്ലമ്മ, നിക്കി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഇറങ്ങി വന്നേനെ. ഇത്രയും നേരം ഒളിച്ചിരിക്കാനുള്ള ശക്തി നിക്കില്ല. ശരിയാ, വിശന്നിട്ട് ഇറങ്ങി വന്നേനെ. ചിലപ്പോ ഒന്ന് കറങ്ങാൻ പോയതാവാനും മതി. അന്ന് നിങ്ങളുടെ പ്രിൻസിപ്പലിനെ കാണാതായെന്ന് പോയില്ലേ, അതുപോലെ. പക്ഷെ ഇതെങ്ങനെ പോയതാണെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ, അതാണ്. നോക്കെന്തായാലും. പിന്നെ നീ ആ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് അറിയിച്ചേക്ക് കേട്ടോ. ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് അറിയിക്കട്ടെ. ഓക്കെ. അതാവുമ്പോ ഫോർവേഡ് ചെയ്ത് പോയിക്കോളും. ശരി, ആയിക്കോട്ടെ. നിങ്ങൾ കിട്ടുകയാണെങ്കിൽ അറിയിക്കേ. എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ ഈ ബുദ്ധി തോന്നിയത്? കാസർഗോട്ടിൽ നിന്ന് വരെ ആൾക്കാർ വിളിക്കുന്നത് പട്ടിക്കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യൻ സ്പിറ്റ് വർഗത്തിൽപ്പെട്ട പട്ടിക്കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേ മാതിരി തന്നെ ഇരിക്കും. ഇനി എവിടുന്നാണാവോ അടുത്തത്? നാശം. എന്തായാലും എടുക്ക്. നീ ശരിക്കും ആണെങ്കിലോ. ഹലോ, നിങ്ങളുടെ പട്ടിക്കുട്ടിയുടെ മിസ്സിങ് എന്റെ വിഷമം ഞാൻ രേഖപ്പെടുത്തും. നിങ്ങളാരാ? ഞാൻ ആരാ ആവട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നിങ്ങൾക്ക് നിങ്ങളെ പട്ടിക്കുട്ടിയെ വേണ്ടേ? വേണം. നിങ്ങൾ കണ്ടിരുന്നോ നിക്കിയെ? കണ്ടിരുന്നോന്നോ? ഞാനല്ലേ അവിടുന്ന് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മനസ്സിലായില്ല. ചിലപ്പോ നിങ്ങൾ ന്യൂസിൽ കണ്ടിരിക്കും വളർത്തുമൃഗങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ച്. ഞാൻ അവരിൽപ്പെട്ട ഒരാളാണ്. നിക്കി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? തെളിവല്ലേ? തെളിവ് തരാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വിശ്വാസം വരുമ്പോ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചാൽ മതി. വെച്ചോ? ചേട്ടാ, ആരെയും വിളിച്ചത്? ഏതോ ഒരാള്. അയാളാണ് അത്ര നിക്കിനെ തട്ടിക്കൊണ്ടുപോയത്. ഇത് പാക കൺഫ്യൂഷൻ ആയല്ലോ. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? അയാളുടെ സംസാരത്തിലെ കോൺഫിഡൻസ് കണ്ടിട്ട് നിക്കി അയാളുടെ കയ്യിലുണ്ടോന്നൊരു സംശയം. എന്നാ അയാളെ തിരിച്ചു വിളിച്ചിട്ട് എന്താ വേണ്ടതെന്ന് അവർക്ക് ചോദിച്ചു നോക്ക്. അതെ, അറ്റ്ലീസ്റ്റ് അയാളുടെ ഉദ്ദേശം എന്താണെങ്കിലും അറിയാലോ. എന്നാ വിളിക്കല്ലേ? എനിക്കറിയാമായിരുന്നു നിങ്ങൾ തിരിച്ചു വിളിക്കുമെന്ന്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിക്കി എവിടെ? ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പൊ പറയാം. എന്താ വേണ്ടതെന്ന്? എനിക്കൊരു 10,000 രൂപ മാത്രം മതി. നിങ്ങളെ പട്ടിക്കുട്ടിയെ തിരികെ തന്നേക്കാം. 10,000 തന്നില്ലെങ്കിലോ? അപ്പോഴും തിരികെ തരും, പക്ഷേ ജീവനോടാവില്ലെന്ന് മാത്രം. ശരി, ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം, എന്നിട്ട് തിരിച്ചു വിളിക്കാം. അത് മതി. അയാൾക്ക് 10,000 രൂപ വേണമെന്ന്. 10,000?
അപ്പൊ ഇത് ലോക്കൽ ടീമാണ്. സാധാരണ കൊള്ളക്കാരൊക്കെ ലക്ഷങ്ങളല്ലേ ചോദിക്കാറ്. എന്നിട്ട് കൊടുക്കുന്നുണ്ടോ? ചേട്ടായിയോടൊന്ന് ചോദിക്കട്ടെ, എൻ്റെ എവിടുന്ന ഇപ്പൊ 10,000? എന്നാ ചോദിക്കേ. ഇത്രയും നേരം നിക്കിനെ കാണാത്ത സ്ഥിതിക്ക് അയാളുടെ കയ്യിൽ തന്നെ ആയിരിക്കും. എന്നല്ലേ ചേട്ടായി ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടല്ലോ. ഇനി നിക്ക് മിസ്സായതെങ്ങാനോ അറിഞ്ഞോ? കാസർഗോഡ് ഉള്ളവർ വരെ അറിഞ്ഞു. പിന്നെ പപ്പ അറിയാതിരിക്കോ? ഫോൺ എടുക്ക്. ആ എന്താ ചേട്ടായി? എന്റെ ആധാർ കാർഡ് കാറിന്റെ ഡാഷ്ബോർഡിലുണ്ട്. അതിന്റെ ഒരു ഫോട്ടോ എടുത്തൊന്ന് വാട്സാപ്പ് ചെയ്തേ ഇപ്പൊ തന്നെ. അതല്ല ചേട്ടായി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ എന്ത് കാര്യമാണെങ്കിലും പിന്നെ പറയാം. ഇത് ഭയങ്കര അർജന്റാ. ഞാനിപ്പോ ബാങ്കിൽ നിൽക്കാം. ഇത് അതിലും അർജന്റ് കാര്യമാണ്. അത് പിന്നെ പറയാന്ന് പറഞ്ഞില്ലേ? നീ ഇതൊന്നും എടുത്ത് അയച്ചേ. വേഗം വേഗം. അതല്ല, എന്താ പപ്പ പറഞ്ഞേ? ആധാർ കാർഡിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ. അയ്യോ രക്ഷപ്പെട്ടു. അയ്യോ ദേ നിക്കി. എന്റെ പൊന്നാര മനുഷ്യന്മാരെ ഞാൻ എത്ര നേരമായിട്ട് വിളിച്ചു പോകുന്നു. ഇതിനകത്ത് ഒന്നും പറയേണ്ട, ശ്വാസം മുട്ടി ചത്തല് ഞാനിപ്പോ. നിന്നെ ഞങ്ങൾ എവിടൊക്കെ നോക്കി. എന്നാലും നീ എങ്ങനെ ഡോറ് തുറന്ന് കേറി? അകത്ത് കയറിയതൊക്കെ ഒരു വലിയ കഥയാ. തൽക്കാലം ഞാനിപ്പോ അത് ചുരുക്കി പറയാം. ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചിരിക്കാൻ വേണ്ടി ഒരു സ്ഥലം നോക്കി നടക്കുമ്പോഴാണ് പപ്പ കാറിന്റെ ഡോറ് തുറന്നിട്ട് പോകുന്നുള്ളത്. പപ്പ തിരിച്ചു വരുമ്പോ മാപ്പ് പറഞ്ഞ എങ്ങനെയും രക്ഷപ്പെടാൻ കരുതിയിരിക്കുമ്പോഴാ പുള്ളിക്കാരൻ പെട്ടെന്ന് വന്ന് ഡോർ അടയ്ക്കും. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, ഞാൻ അതിനകത്തുണ്ട്, എന്നെ രക്ഷിക്കണേ, അയ്യോ എന്നെ തുറന്നു. എത്ര നേരം ഞാൻ കാറി കുവിനറിയോ? അവസാനം കുഴങ്ങിയപ്പോ ഞാൻ നിർത്തി. ഞങ്ങളാരും കേട്ടില്ല. എനിക്ക് കാറിന്റെ ചില്ല് പൊക്കിയിട്ട പിന്നെ സൗണ്ട് പുറത്തേക്ക് കേൾക്കൂല. അയ്യോ പാവം എന്റെ നിക്ക്, ശ്വാസം മുട്ടിക്കാണും. അല്ല, അപ്പൊ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ ഒരാള്. തട്ടിക്കൊണ്ടുപോയാളോ? അതെന്താ സംഗതി? ദേ അയാള്. ആരാ? എടുക്കെടുക്ക്. ഹലോ, എന്തായി 10,000 രൂപ റെഡിയായോ? 10,000 അല്ലേ? ഞങ്ങളെ ആ തീരുമാനം അങ്ങ് മാറ്റി. ഞങ്ങൾക്ക് ആ പട്ടിക്കുട്ടിയെ വേണ്ട. 10,000 തരാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്നാ അത് നിങ്ങളുടെ പട്ടിക്കുട്ടിയോട് നേരിട്ട് തന്നെ പറഞ്ഞേക്ക്. ദേ അയാള് വീഡിയോ കോൾ വിളിക്കുന്നു. വീഡിയോ കോൾ ആക്ക്, എന്താണെന്ന് അറിയാലോ. ഇതിന് കാണാൻ നിൽക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലോ. എന്റെ പോലെ നോക്കട്ടെ. ഇതിന് ചിലപ്പോ അയാൾ വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവന്നായിരിക്കും. എന്താ കണ്ടല്ലോ? 1 മണിക്കൂറിനകം എൻ്റെ ഈ നമ്പറിലുള്ള ഗൂഗിൾ പേയിലേക്ക് 10,000 രൂപ അയക്കണം. 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളതിനെ മറന്നേക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യാ? എന്തേ, നമുക്ക് നിക്കിനെ കിട്ടിയില്ലേ? അയാളോട് പോയി പണി നോക്കാൻ പറ. അത് തന്നെ. നിൽക്കുവാ, ഫുഡ് തരാം. അയാൾ പഠിച്ച കള്ളനാട്ടോ. എന്റെ പൊട്ടും കഴുത്തിൽ കിടക്കണ ബെൽറ്റും വരെ അതേപോലെ തന്നെ അതിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്താടാ പൈസ കിട്ടിയോ? വലിയ പ്രതീക്ഷ വേണ്ട. അവർക്കെന്തോ സംശയം തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നീയല്ലേ പറഞ്ഞ ആ പട്ടിക്കുട്ടിയെ നമ്മളെ ജോലിനെയും കാണാൻ ഒരുപോലെയാണെന്ന്? അതെ, പക്ഷേ ഇപ്പോൾ അവർക്ക് പൈസ തരാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. അപ്പോൾ നാളെ അമ്മേനെയും കൊണ്ട് ആസ്പത്രി പോകാൻ പറ്റില്ലല്ലേ? അറിയില്ല, നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. അവര് ക്യാഷ് അയച്ചിട്ടുണ്ട്. ആണോ? എന്റെ ഭഗവാനെ, ക്യാഷ് കിട്ടിക്കാണല്ലോ. ആ പട്ടിക്കുട്ടി ഞങ്ങളുടെ അല്ലാന്ന് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. പക്ഷെ ആരുടെ ആണെങ്കിലും അതിനെ അതിന്റെ വീട്ടിൽ തന്നെ തിരികെ കൊടുക്കണം. അതിനാണ് ഈ ക്യാഷ് അയച്ചത്. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ചോറ് അമ്മ എന്തിനാ അയാൾക്ക് ക്യാഷ് അയച്ചു കൊടുത്തത്? അതും വേറെ ഏതോ പട്ടിക്കുട്ടിക്ക് വേണ്ടിയിട്ട്. അതിന്റെ പേര് നിക്കി അല്ലാന്നേ ഉള്ളൂ. അത് വേറെ ആരുടെങ്കിലും നിക്കി ആവാം. നമ്മുടെ ആരും അല്ലെങ്കിലും അത് വേറെ ആരുടെയെങ്കിലും പ്രിയപ്പെട്ട ആരും ആയിരിക്കും. എവിടെയാണെങ്കിലും അതും ജീവിക്കട്ടെ. അപ്പൊ ആരും മറക്കണ്ട, ക്യാഷ് ക്രാപ്പ് വഴി ഇന്ന് തന്നെ ഓൺലൈൻ പർച്ചേസിംഗ് തുടങ്ങുക, ക്യാഷ് ബാക്ക് നേടുക.